അമൃതേശ്വരി നമഃ. ഒരു ദിവസം വൈകുന്നേരം ഞാൻ ഭജന കേൾക്കുവാനായി ആശ്രമത്തിൻ്റെ വലിയ ഹാളിൽ ഇരിക്കുകയായിരുന്നു. സാധാരണ ഞാൻ അമ്മയുടെ ഭജനകളിൽ മുഴുകും, ആസ്വദിച്ചു കൂടെ പാടും. പക്ഷെ അന്ന് അമ്മ പാടുന്ന ഭജനകളിൽ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ശ്രദ്ധിക്കുവാനാകുന്നില്ല. കാരണം എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അന്നത്തെ ദിവസം ഒരാൾ എന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ അന്യായമായി പെരുമാറി, ഒരു മാന്യത ഇല്ലാതെ പെരുമാറി. സാധാരണ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിഷമമുണ്ടാവാറില്ല, കാരണം ലോകസ്വഭാവം അതാണല്ലോ. പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് എന്തോ വല്ലാത്ത വിഷമമായി. അത് മനസ്സിൽ നിന്ന് വിട്ടുകളയാൻ ശ്രമിക്കുമ്പോഴും വേറെന്തിനെക്കുറിച്ച് എങ്കിലും ചിന്തിക്കാൻ ശ്രമിക്കുമ്പോഴും കൂടുതൽ ഇതേ ചിന്തകൾ ഉയർന്നു വന്നു എന്നെ അലട്ടിക്കൊണ്ടേയിരുന്നു. എൻ്റെ ചിന്തകൾ ഇങ്ങനെ കാട് കയറി. എങ്ങനെയാണ് അവളെ പറഞ്ഞു മനസ്സിലാക്കുക? അവരുടെ പെരുമാറ്റം തീരെ ശരിയായിരുന്നില്ലെന്ന്, അവൾ എത്രമാത്രം എന്നെ വേദനിപ്പിച്ചുവെന്ന്. എൻ്റെ മനസ്സിൻ്റെ ഈ നെഗറ്റിവിറ്റിക്ക് മുന്നിൽ ഞാൻ തീർത്തും അശക്തയായി. അമ്മ എൻ്റെ മുമ്പിൽ പാടുന്നു അതിമനോഹരമായ ഭജനകൾ. പക്ഷേ അതാസ്വദിക്കുന്നതിന് പകരം എൻ്റെ മനസ്സിൽ കയ്പ് നിറഞ്ഞു. അങ്ങനെയിരിക്കെ ഭജനകളുടെ വരികൾ പ്രൊജക്റ്റ് ചെയ്യാനുള്ള വലിയ സ്ക്രീനിൽ ഒരു വിടരുന്ന പുഷ്പത്തിൻ്റെ സൂം ചെയ്ത് ഫോട്ടോ വന്നു. ആ ചെറു പുഷ്പത്തിൻ്റെ മൃദുലതയിലും സൗന്ദര്യത്തിലും നിറത്തിലും എൻ്റെ മനസ്സ് മുഴുകി. പെടുന്നനെ എന്നെ അലട്ടുന്ന ചിന്തകൾ എന്നെ വിട്ടുമാറി. അമ്മ പറയാറുള്ള വാക്കുകൾ ഓർത്തു. അമ്മ പറയുന്നു, പ്രകൃതിയുടെ സൗന്ദര്യവും പൂർണ്ണതയും നോക്കൂ. പ്രകൃതി എത്ര സന്തുഷ്ടമാണ്. മനുഷ്യൻ്റെ വിവേക ബുദ്ധിയില്ലെങ്കിലും പ്രകൃതി എത്രമാത്രം ആനന്ദിക്കുന്നു. ആ പൂവിനാണെങ്കിൽ എത്രയോ ചെറിയ ആയുസ്സാണുള്ളത്. എന്നാലും ആ പുഷ്പം ആനന്ദത്തോടെ അതിനെ സ്വയം ലോകത്തിന് സമർപ്പിക്കുന്നു. അതിൻ്റെ സൗന്ദര്യവും പരിമളവും നമ്മൾ ആസ്വദിക്കുന്നു. ആ പൂവിൻ്റെ തേൻ വണ്ടുകൾക്കായി സമർപ്പിക്കുന്നു. അതിലൂടെ ആ നറുപുഷ്പം ആനന്ദം കണ്ടെത്തുന്നു. അമ്മ എപ്പോഴും നമ്മോട് പറയാറുണ്ടല്ലോ, മറക്കുവിൻ, പൊറുക്കുവിൻ. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? മനസ്സിൽ ഓരോ വെറുപ്പുകളും ദ്വേഷങ്ങളും കൂട്ടി വെച്ച് നമ്മൾ സ്വയം തളർന്നു പോകും. മഹാഭാരതത്തിൽ ഇങ്ങനെ പറയുന്നു, യഥാർത്ഥ കാരുണ്യം ക്ഷമിക്കുക എന്നുള്ളതാണ്. ക്ഷമയാണ് ലോകത്തിനെ ഒരുമിപ്പിക്കുന്നത്. രാമായണത്തിൽ പലയിടത്തിലും സീതാദേവി ക്ഷമ എന്നുള്ള ശ്രേഷ്ഠമായ ഗുണം പ്രകടിപ്പിക്കുന്നു. രാമരാവണ യുദ്ധം അവസാനിച്ചു. ശക്തനായ രാവണൻ നിലംപതിച്ചു. ശ്രീരാമൻ ഹനുമാനെ സീതയുടെ അടുത്തേക്ക് ദൂതുമായി വിടുന്നു. അശോകവനത്തിൽ ദുഃഖിതയായി ഇരിക്കുന്ന സീതയുടെ മുന്നിൽ ഹനുമാൻ വന്നു കൈകൂപ്പി കൊണ്ടു നിൽക്കുന്നു. ഒരു നിമിഷം സീത ദുഃഖം താങ്ങാനാകാത്ത കണ്ണുകളാൽ ഹനുമാനെ നോക്കുന്നു. ആശയുടെ കിരണങ്ങൾ ആ മുഖത്ത് വിരിയുന്നു. ഹനുമാൻ ശ്രീരാമൻ്റെ വാക്കുകൾ സീതയോട് പറയുന്നു, ദേവി, ശ്രീരാമൻ ജീവനോടെ ഇരിക്കുന്നു, ആരോഗ്യവാനായി ഇരിക്കുന്നു. യുദ്ധം നമ്മൾ ജയിച്ചു. വിഭീഷണനെ രാജാവാക്കി വാഴ്ത്തി. വിഭീഷണൻ താമസിയാതെ വരും ദേവിയെ ആനയിച്ചു കൊണ്ടുവരുവാൻ. സീതയുടെ കവിളുകൾ കണ്ണുനീരാൽ നനഞ്ഞു. ദേവി പറഞ്ഞു, അല്ലയോ ഹനുമാൻ, ഇത്രയും നല്ല സന്ദേശം കൊണ്ടുവന്നതിന് ഞാൻ എന്ത് സമ്മാനമാണ് നിനക്ക് നൽകുക? ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന നിവൃത്തി വാക്കുകളാൽ പറഞ്ഞറിയിക്കുവാൻ പറ്റുന്നതല്ല. ഒരിക്കലും എനിക്ക് നിന്നോടുള്ള കടം തീർക്കുവാനാകില്ല. ഹനുമാൻ പറയുന്നു, ദേവിയുടെ സ്നേഹത്തിന് തുല്യമായി വേറൊരു നിധിയും ഈ ലോകത്തിലില്ല. എനിക്ക് ആ മുഖത്തെ പുഞ്ചിരി കണ്ടാൽ മതി. അതിൽ ഞാൻ ശ്രീരാമൻ്റെയും സന്തോഷം കാണുന്നു. എൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഹനുമാൻ ചുറ്റുമൊന്ന് നോക്കി. എന്നിട്ട് പറയുന്നു, ഈ രാക്ഷസികളെല്ലാം ദേവിയെ കുറേ കാലമായി വല്ലാതെ ഉപദ്രവിച്ചിരുന്നല്ലോ. നമുക്ക് ഇപ്പോൾ അവരെ എന്ത് ചെയ്യണം? വിടർന്ന പുഞ്ചിരിയോടെ സീത പറയുന്നു, ആ രാക്ഷസിമാർ അവരുടെ യജമാനൻ്റെ ഭൃത്യന്മാർ മാത്രമാണ്. രാവണൻ്റെ വാക്കുകൾ അനുസരിച്ചു, അത്രമാത്രം. നാം അവരെ വില ഇരുത്തരുത്. കഴിഞ്ഞ ജന്മം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, ഇതുപോലെ ഒരു വർഷം ദുഃഖിക്കുവാനായി. പക്ഷേ അതെല്ലാം കഴിഞ്ഞില്ലേ? രാമൻ എപ്പോഴും പറയും,
കരുണയും നന്മയും മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ധരിക്കേണ്ട ആഭരണങ്ങളെന്ന്. തെറ്റ് ചെയ്യാത്ത ആരുമില്ല ഹനുമാൻ, നമുക്ക് ക്ഷമിക്കാം. എത്രയോ വെല്ലുവിളികൾ സീത നേരിട്ടു. എങ്കിലും ദേവി ഒരു രീതിയിലും ആ വേദനകളെ കെട്ടിപ്പിടിച്ചിരിക്കുന്നില്ല. സീതാദേവിയുടെ സ്വഭാവത്തിൻ്റെ ഈ ശ്രേഷ്ഠത ഒരു സുന്ദര പുഷ്പത്തിൻ്റെ നറുമണം പോലെയായിരുന്നു. നമുക്കെല്ലാവർക്കും സീതയുടെ ജീവിതത്തിൽ നിന്നും പ്രചോദനം നേടാം. അമ്മ പറയുന്നു, ഈ ലോകം ഒരു പൂന്തോട്ടമാണ്. ഒരു പൂന്തോട്ടത്തിൽ പൂക്കൾ വാടും, ഇലകൾ കൊഴിയും. നമ്മൾ കൊഴിഞ്ഞ ഇലകളും പൂക്കളും തൂത്തുവാരി വൃത്തിയാക്കിയാൽ മാത്രമേ ആ പൂന്തോട്ടത്തിലെ പുതിയ ഇലകളുടെയും പുഷ്പങ്ങളുടെയും സൗന്ദര്യം ആസ്വദിക്കാനാകൂ. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും കഴിഞ്ഞ കാലത്തിലുണ്ടായ തിക്ത അനുഭവങ്ങളുടെ ഓർമ്മകൾ തൂത്തുവാരി കളയണം. നമ്മൾ ക്ഷമിക്കേണ്ടത് ക്ഷമിക്കണം, മറക്കേണ്ടത് മറക്കണം, പൊറുക്കേണ്ടത് പൊറുക്കണം. നമുക്ക് ജീവിതത്തിനെ ആവേശത്തോടെ പുണരാം. സ്ക്രീനിൽ കണ്ട പുഷ്പത്തിൻ്റെ സൗന്ദര്യം എന്നെ ഓർമ്മിപ്പിച്ചു. ഞാൻ ആ വ്യക്തിയോട് കൊണ്ടു നടന്നിരുന്ന വൈമുഖ്യം എന്തൊരു സങ്കുചിതമായിരുന്നു. ഞാൻ എന്നെ സ്വയം തന്നെയല്ലേ വിഷമിപ്പിച്ചും പേടിപ്പിച്ചും കൊണ്ടിരുന്നത്. ഇങ്ങനെ നമ്മൾ നമ്മുടെ അനിഷ്ടങ്ങളെയും നീരസങ്ങളെയും എല്ലാം കെട്ടിപ്പിടിച്ചു കൊണ്ടിരുന്നാൽ നമ്മളും മറ്റുള്ളവരും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസവുമില്ല. അമ്മ പറയുന്ന പോലെ നമുക്കെല്ലാവർക്കും ക്ഷമിക്കുവാനും മറക്കുവാനും പൊറുക്കുവാനും കഴിയുന്ന ഒരു ഹൃദയത്തിനായി പ്രാർത്ഥിക്കാം. ഒരു നറുപുഷ്പം പോലെ നമ്മുടെ ജീവിതം പ്രേമത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നറുമണം പടർത്തുവാൻ പ്രാർത്ഥിക്കാം. കൊറോണ കാലത്ത് നടന്ന ഒരു സംഭവം പറയട്ടെ. അന്ന് ഞാൻ എൻ്റെ വീട്ടിലെ അമ്മയോട് സംസാരിക്കുകയായിരുന്നു. വീട്ടിലെ അമ്മയുടെ പിറന്നാളായിരുന്നു. കൊറോണയുടെ കാലമായിരുന്നതിനാൽ യാത്രയ്ക്ക് വിലക്ക് വന്നിരുന്നു. അതിനാൽ അമ്മയ്ക്ക് ബന്ധുക്കളുമായി കൂടാനോ പിറന്നാൾ ആഘോഷിക്കാനോ സാധിച്ചില്ല. അതിന് പകരം അമ്മയും അച്ഛനും കൂടെ കടപ്പുറത്ത് നടക്കാൻ പോയി. അവർ കുറച്ച് സാൻഡ്വിച്ചസ് ഉണ്ടാക്കി കൂടെ കൊണ്ടുപോയി. ഉച്ചയ്ക്ക് അവരൊരു ബെഞ്ചിലിരുന്നു. കഴിക്കാൻ നേരവും അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. വീട്ടിലെ അമ്മ തലേ ദിവസം നടന്ന ഒരു കാര്യം ഓർത്തു. അമ്മയുടെ കയ്യിൽ ഒരു സാൻഡ്വിച്ച് പിടിച്ച് തിരിഞ്ഞിരുന്ന് അച്ഛനോട് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കയ്യിൽ നിന്ന് സാൻഡ്വിച്ച് ആരോ വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വലിയ കടൽക്കാക്ക പറന്നു പോകുന്നു. വിജയശ്രീലാളിതനായി പറന്നു പോകുന്നു. അവൻ്റെ കൊക്കിൽ മോഷ്ടിച്ച സാൻഡ്വിച്ച്. അമ്മയ്ക്ക് അത്ഭുതം തോന്നി. എന്തൊരു ധൈര്യമാണ് ഈ കടൽക്കാക്ക കാട്ടിയത്. അവർ ഇരിക്കുന്നതിനടുത്ത് ചുറ്റും ധാരാളം കടൽക്കാക്കകൾ ഉണ്ടായിരുന്നു. നല്ല ബലമുള്ള കൂർത്ത മുന പോലെയുള്ള കൊക്കുകൾ. കണ്ണുകളാണെങ്കിലോ നടന്നു പോകുന്നവരുടെ എല്ലാവരുടെയും കയ്യിലെ ഭക്ഷണം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. വീട്ടിലെ അമ്മയെക്കുറിച്ച് വിഷമിക്കുക ഒന്നും വേണ്ട കേട്ടോ. അച്ഛൻ്റെ സാൻഡ്വിച്ച് അമ്മയുമായിട്ട് പങ്കുവച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അന്നത്തെ ദിവസം ഒരാൾ അവിടെ വന്ന് കുറച്ച് അകലെയിരുന്നു. കണ്ടാൽ അറിയാം ഉന്തുവണ്ടിയിൽ സാധനങ്ങൾ വിറ്റു നടക്കുന്ന ഒരു സാധുവാണെന്ന്. ആരോ അദ്ദേഹത്തിന് നല്ലൊരു സാൻഡ്വിച്ചും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൊടുത്തിരുന്നു. പേപ്പർ കവറിൽ നിന്ന് ആ സാൻഡ്വിച്ച് വളരെ ശ്രദ്ധയോടെ ആ മനുഷ്യൻ ഊരി. വീട്ടിലെ അമ്മ വിളിച്ചു പറഞ്ഞു, സൂക്ഷിച്ചോളൂ കേട്ടോ, കടൽക്കാക്കകൾ സൂക്ഷിച്ചോളൂ, അവർക്ക് നല്ല വിശപ്പുണ്ട്. അയാൾ വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, ഉറപ്പാക്കിക്കൊള്ളൂ, എൻ്റെ ഭക്ഷണം അവർക്ക് കിട്ടാൻ പോകുന്നില്ല. എന്നിട്ട് പതുക്കെ ആ ഫ്രഞ്ച് ഫ്രൈസ് ഓരോന്നോരോന്നായി എടുത്ത് സാൻഡ്വിച്ചിൻ്റെ ഉള്ളിൽ വെച്ചു. വളരെ ശ്രദ്ധയോടെ. കടൽക്കാക്കകൾ ചുറ്റും കറങ്ങുന്നുണ്ടായിരുന്നു. അവരുടെ കണ്ണുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഭക്ഷണത്തിലേക്ക് തന്നെയായിരുന്നു. പക്ഷേ അത്രമാത്രം ശ്രദ്ധാലുവായ ആ മനുഷ്യൻ്റെ അടുത്തേക്ക് വരുവാൻ തന്നെ പക്ഷികൾക്ക് ഒരവസരം പോലും കിട്ടിയില്ല. ഒന്നും തട്ടിപ്പറച്ചു കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചില്ല. ഭക്ഷണം മുഴുവൻ തയ്യാറാക്കിയതിന് ശേഷം കടൽക്കാക്കകളുടെ നിരാശ കണ്ട് അദ്ദേഹം 3-4 ഫ്രഞ്ച് ഫ്രൈസ് അവർക്ക് എറിഞ്ഞു കൊടുത്തു. എന്നിട്ട് കഴിക്കാൻ തുടങ്ങി. വീട്ടിലെ അമ്മ എന്നോട് പറഞ്ഞു, അയാൾ കഴിക്കുന്നത് കണ്ട് എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റിയ അബദ്ധം എന്തായിരുന്നുവെന്ന്. എൻ്റെ ശ്രദ്ധ വേറെവിടെയോ ആയിരുന്നു.
ഞാൻ തിരക്ക് പിടിച്ച് അത് ചെയ്തും ഇത് ചെയ്തും അങ്ങോട്ട് നോക്കിയും ഇങ്ങോട്ട് നോക്കിയും ചെയ്യുന്നത് എന്താണോ അതിൽ മാത്രം ശ്രദ്ധിച്ചില്ല. എൻ്റെ കയ്യിൽ എൻ്റെ സാൻഡ്വിച്ച് ഇരുന്നെങ്കിലും എൻ്റെ മനസ്സ് വേറെവിടെയോ ആയിരുന്നു. കടൽക്കാക്കകളാവട്ടെ ആ നിമിഷത്തിൽ തന്നെയാണ് നിന്നിരുന്നത്. എന്നാൽ ആ ഉന്തുവണ്ടിക്കാരൻ്റെ അടുത്ത് അവർക്കൊരു രക്ഷയുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ആ നിമിഷത്തിലായിരുന്നു. യോഗവാസിഷ്ഠത്തിൽ പറയുന്നു, വർത്തമാനം അനായാസം ഭജദ്വാഹ്യ ധിയാക്ഷണം ഭൂതം ഭവിഷ്യത് ഭജദ്യാതി ചിത്തം അചിത്തതാം. സാവധാനത്തിൽ നിഷ്പ്രയാസം നമ്മുടെ ശ്രദ്ധ ഈ നിമിഷത്തിൽ ഇരുത്തുക. നമ്മുടെ മനസ്സിനെ ഭാവിയിലേക്കും ഭൂതത്തിലേക്കും യാത്ര ചെയ്യാൻ അനുവദിക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ വിഭ്രാന്തികളെല്ലാം തന്നെ, തെറ്റിദ്ധാരണകളെല്ലാം തന്നെ നമ്മളെ വിട്ടുപോവും. നമുക്ക് ചുറ്റും എന്നും ധാരാളം കടൽക്കാക്കകളില്ലേ? അതാണ് നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിഭ്രാന്തികൾ, നമ്മുടെ തെറ്റിദ്ധാരണകൾ, നമ്മുടെ പരിഭവങ്ങൾ. കഴിഞ്ഞുപോയ നമ്മുടെ ദിനങ്ങളെക്കുറിച്ചും മറ്റുള്ളവരെ വില ഇരുത്തിയും ഓരോ കടൽക്കാക്കകളെ സൃഷ്ടിക്കുന്നു. അവയാണ് ഈ നിമിഷത്തിൻ്റെ സൗന്ദര്യം നമ്മളിൽ നിന്ന് കട്ടുകൊണ്ടുപോകുന്നത്. വീട്ടിലമ്മയുടെ കയ്യിൽ നിന്ന് സാൻഡ്വിച്ച് കട്ടെടുത്ത് കൊണ്ടുപോയ പോലെ ഈ നിമിഷത്തിൻ്റെ സൗന്ദര്യം ചിന്തകളാകുന്ന കടൽക്കാക്കകൾ നമ്മളിൽ നിന്ന് തട്ടിയെടുക്കുന്നു. അമ്മ പറയുന്നു, മക്കളെ, നമ്മുടെ മനസ്സ് വളരെ അപൂർവമാണ് ഈ നിമിഷത്തിൽ നിൽക്കുന്നത്. മിക്കവാറും അത് കഴിഞ്ഞു പോയ കാലത്തിലോ വരാൻ പോകുന്ന ഭാവിയിലോ ആയിരിക്കും തങ്ങി നിൽക്കുക. എന്നാൽ യഥാർത്ഥത്തിൽ ഈ നിമിഷം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ചിലവാക്കാൻ നമുക്കുള്ള പൈസ പോലെയാണ് ഓരോ നിമിഷവും. നമുക്കത് വിവേകത്തോടെ ചിലവാക്കാം, അല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെ ചിലവാക്കാം. ഈ നിമിഷത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് ഓരോ നിമിഷവും വിവേകത്തോടെ പ്രവർത്തിക്കുക എന്നതാണ്. ഇന്നലെകളെക്കുറിച്ച് വിവലാതിയും വേണ്ട, നാളെയെക്കുറിച്ച് ആശങ്കയും വേണ്ട. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നൽകുന്ന ശ്രദ്ധയും ഏകാഗ്രതയുമാണ് ഈ നിമിഷത്തിനെ ഫലപ്രദമാക്കി തീർക്കുന്നത്. നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആകണം. ഒരു സാൻഡ്വിച്ച് കഴിക്കുന്നതിൽ പോലും നമ്മൾ ശ്രദ്ധ ചെലുത്തണം. അമ്മ പറയുന്ന പോലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലോകത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കും. ഭജനയ്ക്ക് ശേഷം ചിലപ്പോൾ അമ്മ ആശ്രമത്തിലെ കുഞ്ഞുമക്കളുമായിട്ട് സംസാരത്തിൽ മുഴുകാറുണ്ട്. കുഞ്ഞുങ്ങളാണെങ്കിൽ അമ്മയെ നോക്കി സ്റ്റേജിന് തൊട്ടു മുമ്പിൽ തന്നെ നിൽപ്പുണ്ടാവും. അവർക്ക് സംസാരിക്കുവാനായി അമ്മ ഒരു മൈക്ക് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും അവർ തമ്മിൽ, അമ്മയും കുഞ്ഞുങ്ങളും തമ്മിൽ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കും. ഒരു ദിവസം 2 വയസ്സായ ഒരു കുഞ്ഞുമോനാണ് മൈക്ക് എടുത്തത്. അവന് സംസാരിക്കാൻ ശരിക്കും അറിയില്ല. അതുകൊണ്ട് അവൻ അമ്മയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് നമ്മളെല്ലാവരും ആസ്വദിച്ചു കേട്ടുകൊണ്ടിരുന്നു. 2 വാക്കുകൾ മാത്രം അവൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് ബോധം, അത് ബോധം എന്ന്. ഒരു ഭജനയുടെ വരിയാണത്. എല്ലാവരും അത് കേട്ടു രസിച്ചു ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. കാരണം അത് ബോധം, അത് ബോധം എന്ന് മാത്രമേ ആ കുഞ്ഞുമോൻ പറയാൻ പറ്റുന്നുള്ളൂ. അവസാനം അമ്മ പറഞ്ഞു, ശരിയാണ്, നമുക്ക് എല്ലാവർക്കും വേണ്ടത് ആ ബോധമാണ്, പക്ഷെ അതാണ് നമുക്ക് ഇല്ലാത്തത്. ഇതിനെക്കുറിച്ച് ഞാൻ പിന്നെ ചിന്തിച്ചു. എന്ത് സത്യമാണ് അമ്മയുടെ ഈ വാക്കുകൾ. അതിലും കഷ്ടം എന്താണെന്നോ, പലപ്പോഴും നമുക്ക് ഈ ബോധമില്ല എന്നുള്ള ബോധം പോലും നമുക്കില്ല. ബോധമില്ലാതെ ഞാൻ ചെയ്ത ഒരു പ്രവൃത്തി എൻ്റെ ഓർമ്മയിൽ വന്നു. അതിന് തൊട്ടു മുമ്പിലുള്ള ആഴ്ച തന്നെ. അന്ന് ചൊവ്വാഴ്ചയായിരുന്നു. ചൊവ്വാഴ്ച എല്ലാവർക്കും ആത്മീയ സാധനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ദിവസമാണ് ആശ്രമത്തിൽ. പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് എൻ്റെ വീസയുടെ രജിസ്ട്രേഷൻ്റെ ആപ്ലിക്കേഷൻ ചെയ്തു കൊടുക്കണമായിരുന്നു. ധ്യാനവും സത്സംഗവും ഒക്കെ കഴിഞ്ഞു. അമ്മ അവിടെയുള്ള എല്ലാവർക്കും പ്രസാദം കൊടുക്കുവാൻ തുടങ്ങി. അന്ന് അമ്മയുടെ തൃക്കൈകൾ കൊണ്ട് തന്നെ നമുക്ക് ഉച്ചഭക്ഷണം നൽകും. ഞാൻ പ്ലാൻ ചെയ്തു, അമ്മയുടെ അടുത്ത് നിന്ന് ഒരു പ്ലേറ്റ് വേഗം വാങ്ങി തിരിച്ച് ഓടിപ്പോയി കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യണം.
ഞാൻ അമ്മയുടെ അടുത്തേക്കുള്ള ക്യൂവിൻ്റെ പിന്നിൽ കയറി നിന്നു. ക്യൂ ആണെങ്കിൽ അങ്ങ് ഹാളിൻ്റെ അവസാനവും കഴിഞ്ഞ് പിന്നിലോട്ട് നീണ്ടു നിൽക്കുന്നു. അനങ്ങുന്നതും കാണുന്നില്ല. ഞാൻ ആലോചിച്ചു, എന്താണ് ക്യൂ അനങ്ങാത്തത്? എനിക്കൊരു പിടിയും കിട്ടിയില്ല. എൻ്റെ മുമ്പിലാകട്ടെ 2 സ്ത്രീകൾ അമ്മയുടെ സത്സംഗത്തിലെ ഒരു പോയിന്റിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ക്യൂ വളരെ പതുക്കെ മുന്നോട്ട് പോകുന്ന സമയം അവർ എന്നോട് 1-2 സംശയങ്ങൾ ചോദിച്ചു. ഞാൻ അവരോട് ഒരു സുഹൃത്തിനെ പോലെ തന്നെ മറുപടി പറഞ്ഞു. എന്നിട്ട് എൻ്റെ ചിന്തകളിലേക്ക് മടങ്ങി. ഞാൻ കുറച്ച് അസ്വസ്ഥമായി തുടങ്ങി. കാരണം ക്യൂ എന്ത് പതുക്കെയായിട്ടാണ് അനങ്ങുന്നത്. ഞാൻ ആലോചിച്ചു, മുമ്പിൽ ആൾക്കാർ ഇടയിൽ കയറുന്നുണ്ടാവും, അതായിരിക്കും ക്യൂ ഇഴഞ്ഞിഴഞ്ഞു പോകുന്നത്. മറ്റുള്ളവർക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് ധാരാളം ജോലിയുണ്ട്. ഓൺലൈൻ വീസ ആപ്ലിക്കേഷൻ എത്രയും വേഗം തിരിച്ചു പോയി ചെയ്യണം. ഹാളിൻ്റെ ഏറ്റവും പുറകിലെത്തിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. വേറൊരു ക്യൂ ഹാളിൻ്റെ ഉള്ളിലുമുണ്ട്. ഞാൻ നിൽക്കുന്ന ക്യൂവും മറ്റേ ക്യൂവും ഒരുമിച്ച് ചേർന്ന് ഒരു ക്യൂ ആയി റാമ്പിലൂടെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ക്യൂ വളരെ പതുക്കെ മുന്നോട്ട് പോകുന്നത്. എൻ്റെ മുമ്പിലുള്ള 2 പേരും ഇപ്പോഴും വളരെ ശ്രദ്ധാപൂർവം അമ്മയുടെ വാക്കുകൾ ചർച്ച ചെയ്തുകൊണ്ട് നിന്നു. ആ ചർച്ചയിൽ മുഴുകിയ കാരണം അവർ മുന്നോട്ട് നടക്കാൻ മറന്നു. നമ്മുടെ ക്യൂ അനങ്ങാതെ നിൽപ്പായി. ഇതും കൂടിയായപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പെട്ടെന്ന് അക്ഷമയോടെ പറഞ്ഞു, നിങ്ങൾക്ക് ക്യൂവിൽ ശ്രദ്ധിച്ചൂടെ? 2 ക്യൂ ഒരുമിച്ചിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. ഇപ്പോൾ നിങ്ങൾ അനങ്ങാതെ നിൽക്കുന്ന കാരണം മറ്റ് ക്യൂവിൽ ആളുകൾ മാത്രം മുന്നോട്ട് പോകുന്നു. എനിക്ക് വേറെ പണിയുണ്ട് തിരിച്ചു പോയിട്ട്. അവരുടെ മുഖത്തെ അമ്പരപ്പ് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, എൻ്റെ വാക്കുകൾ എന്തൊരു അനവസരത്തിലാണ് ഞാൻ പറഞ്ഞതെന്ന്. അമ്മയുടെ പ്രസാദം വാങ്ങാൻ പോകുമ്പോൾ ഉപയോഗിക്കേണ്ട വാക്കുകൾ അല്ലായിരുന്നു അത്. അവർ പെട്ടെന്ന് നിശബ്ദമായി വേഗം മുമ്പോട്ട് നടന്നു. നമ്മുടെ ക്യൂ മുന്നോട്ട് പോയി തുടങ്ങി. ഒരിക്കലും അവർ എന്നിൽ നിന്നും ഇത്ര പരുഷമായ വാക്കുകൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ബാക്ക്ഗ്രൗണ്ടിൽ ഭജന കേൾക്കാം. എല്ലാവരും ആധ്യാത്മിക കാര്യങ്ങൾ ചർച്ച ചെയ്ത് വരയിലൂടെ മുന്നോട്ട് പോകുന്നു. അമ്മയിൽ നിന്ന് പ്രസാദം വാങ്ങാൻ എല്ലാവരും അത്ര ആനന്ദത്തോടെ കാത്തു നിൽക്കുന്നു. ആ സമാധാനമായ അന്തരീക്ഷത്തിൽ അപ്രതീക്ഷിതമായ എന്നിൽ നിന്നും വന്ന എൻ്റെ ആ കഠിനമായ വാക്കുകൾ എന്നെ നാണം കെടുത്തി. എന്തുകൊണ്ട് ഞാൻ അവരോട് ഇത്ര പരുഷമായി സംസാരിച്ചു? എന്ത് തെറ്റാണ് അവർ ചെയ്തത്? ഇങ്ങനെ അവരോട് കയർത്തത് കൊണ്ട് എനിക്ക് എന്ത് നേടാനാണ് ഉള്ളത്? വേണമെങ്കിൽ ആ പ്രസാദ പ്ലേറ്റ് 2 മിനിറ്റ് മുമ്പ് കിട്ടുമായിരിക്കാം. അത്രയല്ലേ ഉള്ളൂ. എന്താണ് ഇവിടെ തെറ്റ് പറ്റിയത്? എനിക്ക് ബോധമില്ലാതെ പോയി. ഞാൻ തിരിച്ചു എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് എത്തുവാനുള്ള വെപ്രാളത്തിൽ പെട്ടുപോയി. എൻ്റെ ചിന്തകളെക്കുറിച്ച് ഞാൻ സ്വയം ബോധവതിയായിരുന്നില്ല. അത് വാക്കുകളായിട്ട്, വേദനിപ്പിക്കുന്ന വാക്കുകളായിട്ട് പുറത്തു വരുന്നത് വരെ. അപ്പോഴേക്കും വൈകിപ്പോയി. വായിൽ നിന്നും വീണ വാക്കുകളെ തിരിച്ചെടുക്കാൻ ഒരു വഴിയുമില്ലല്ലോ. അതോടുകൂടെ എനിക്ക് കൂടുതൽ വിഷമമായി. അവരോട് അങ്ങനെ പെരുമാറിയതിൻ്റെ വിഷമം, എൻ്റെ മനസ്സ് എന്നെ ചതിച്ചതിൻ്റെ വിഷമം, ഇതെല്ലാം കൂടി അമ്മയുടെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും ഞാനൊരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അമ്മ എന്നെ തിളങ്ങുന്ന കണ്ണുകൾ കൊണ്ട് നോക്കി, അർത്ഥം വെച്ച് പുഞ്ചിരിച്ചു. ആ കണ്ണുകൾ എന്നോട് പറയുന്ന പോലെ, എൻ്റെ പൊന്നുമോളെ, നിനക്ക് എത്ര കുറവാണ് ബോധമെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായോ? ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ നമ്മൾ പറന്നു പോകും. ഒരു നിമിഷത്തിൻ്റെ എടുത്തുചാട്ടത്തിൽ വേണ്ടായിരുന്നുവെന്ന് തോന്നുന്ന പല വാക്കുകളും പറഞ്ഞു പോകും. പക്ഷേ അത് ഉണ്ടാക്കുന്ന മുറിവുകൾ പലപ്പോഴും ഉണങ്ങാത്തതായിരിക്കും. അമ്പേൽപ്പിക്കുന്ന മുറിവ് ഉണങ്ങിയെന്ന് വരും, വാളേൽപ്പിക്കുന്ന മുറിവ് ഉണങ്ങിയെന്ന് വരും. പക്ഷേ വേദനിപ്പിക്കുന്ന വാക്കുകളേൽപ്പിക്കുന്ന മുറിവുകൾ ഒരിക്കലും ഉണങ്ങില്ല. ഇതിനുള്ള ഒരു പ്രതിവിധി എന്താണെന്നറിയോ? ആ കൊച്ചുമൂന്ന് വാക്കുകളാണ്. അത് ബോധം. നമുക്ക് നമ്മുടെ ചിന്തകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനുള്ള ബോധം വരണം. ഈ നിമിഷത്തിൽ ബോധത്തോടെ ഇരിക്കാനുള്ള വിവേകമുണ്ടാകണം. കടിഞ്ഞാനില്ലാത്ത ചിന്തകൾ വാക്കുകളായി പുറത്ത് വന്ന് നാശം വിതയ്ക്കുന്നതിന് മുമ്പ്. ഒരു ദിവസം കൊണ്ട് ബോധമൊന്നും വരില്ല. നിരന്തര പരിശ്രമം വേണം. നമ്മൾ ഒരു തബലയോ ഹാർമോണിയമോ പഠിക്കുമ്പോൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യണം? അതുപോലെ
ബോധം വളരുവാനും ധാരാളം പ്രാക്ടീസ് ആവശ്യമാണ്. നമ്മുടെ എല്ലാ ആധ്യാത്മിക സാധനകളുടെയും ലക്ഷ്യം ഇത് തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ സഹജമായുള്ള ബോധത്തിനെ വളർത്തി എടുക്കുക എന്നുള്ളത്. നമുക്കും പരിശ്രമിക്കാം. നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ബോധത്തിൻ്റെ വെളിച്ചം കൊണ്ടുവരാനായി. അങ്ങനെയാകുമ്പോൾ നമുക്ക് പിന്നീട് വിഷമിക്കേണ്ടി വരില്ല, അന്ന് ആ ദിവസം ഞാൻ വിഷമിച്ച പോലെ. അതിനായി കൃപ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓം അമൃതേശ്വരിയേ നമഃ.